ഞാനും ചേട്ടനും കുടുവായിട്ട് മൂകാംബികയ്ക്ക് യാത്ര പോവാണ്. ഞങ്ങൾ 3 പേരും മാത്രമായിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു യാത്ര. അതിൻ്റെ ചെറിയൊരു ടെൻഷനും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും അവർ ഫ്രണ്ടിലോട്ട് നടന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് പെതിയെ നടക്കുവാണ്. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രെയിനും വന്നു. അങ്ങനെ ഈ പറയുന്ന ട്രെയിനിലാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. എൻ്റെ ചേട്ടനും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി സെറ്റായി ഇരുന്ന് കൂടു. പിന്നെ അവൻ്റെ ഡ്രോയിങ്ങിലും അവൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചോറ് കഴിച്ചിട്ടോ. ഓൾറെഡി പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേ. ചെറിയൊരു തട്ടിക്കൂട്ട് പൊതിച്ചോറ്, വലിയ ഇതൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. ആ സമയത്ത് അത് നല്ല രുചിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ മൃഷ്ടാന ഭോജനമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചമയക്കത്തിന് പോയിട്ടോ. കാരണം അപ്പോൾ ഒരു നല്ലൊരു വിശപ്പായിരുന്നു. കാരണം ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഉച്ചമയക്കത്തിന് കിടന്നു. നിങ്ങൾക്കറിയാം, ട്രെയിനിൽ പോകുമ്പോൾ ഈ ട്രെയിനിൻ്റെ കുലുക്കം ഇങ്ങനെ കൊള്ളുമ്പോഴത്തേക്ക് നല്ല സുഖമല്ലേ ഉറങ്ങാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അങ്ങനെ ഒക്കെ ആയിരിക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങും. എല്ലാവർക്കും അങ്ങനെ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങും കേട്ടോ ട്രെയിനിലൊക്കെ കയറുമ്പോഴത്തേക്കും. എന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്, നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഫ്രഷായിട്ട് അവിടെ ഇരുന്നിട്ടോ. അങ്ങനെ കുടുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞും ഞങ്ങൾ സ്നേഹിച്ചും കഥയൊക്കെ പറഞ്ഞും കുറേ നേരം പുറത്തോട്ട് നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തിരുന്ന ചെറുക്കന്മാർ കൂടുതലും വടയൊക്കെ മേടിച്ചു കൊടുത്തു. അതൊക്കെ ഞങ്ങൾ തിന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും പിന്നെ റെസ്റ്റ് എടുത്തോട്ടോ. പിന്നെ രാത്രി പ്രത്യേകിച്ച് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. രാവിലെ തന്നെ ഞങ്ങൾ ആ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ എത്തി വെളുപ്പിന് എന്ന് വെച്ചാൽ ഒരു 1:30 ആയപ്പോഴെത്തി കേട്ടോ. പിന്നെ അവിടെ എത്തി ഒരു 30 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് അമ്പലത്തിലോട്ട്. പിന്നെ അവിടെ ഒരു ലോഡ്ജൊക്കെ അന്വേഷിച്ച് അങ്ങനെ നല്ലൊരു ലോഡ്ജ് കിട്ടി. ഞങ്ങൾ അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ പോയി കേട്ടോ. കാരണം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഇച്ചിരി നേരം വെളുത്ത് പോയിട്ടോ. അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴത്തേക്കും ഇച്ചിരി 8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ തിരക്കായിട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള പൂവും നടയിൽ വെക്കാനുള്ള പൂവും മേടിച്ചിട്ട് ഞങ്ങൾ ക്യൂവിൽ നിന്നു. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇപ്പോൾ നല്ല തിരക്കാട്ടോ അവിടെ. ഉണ്ട് ഇത്രയും പേര്. ഇവിടെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നവർ അവിടെ തൊഴാൻ നിൽക്കുന്നവരാട്ടോ. പിന്നെ അമ്മയുടെ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നള്ളത്തൊട്ടാണ്. അപ്പം ഞങ്ങൾ തൊഴാൻ ഒരുപാട് വൈകി. കുഞ്ഞുങ്ങളാരും നിൽക്കത്തില്ല അത്രയും, കാരണം അവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അത്രയും നേരം നിൽക്കാനൊക്കെ. എങ്കിലും അത് നല്ലൊരു ഫീലിങ്സാണ്, അതൊരു ഇമോഷനാണ് നമുക്ക് അത്രയും നേരം കാത്തു നിന്ന് തൊഴുക എന്നൊക്കെ പറയുന്നത് കേട്ടോ.
കണ്ടതൊക്കെ നിങ്ങൾ ആ രഥം പിന്നെന്താ എഴുന്നള്ളത്താട്ടോ അമ്മയുടെ. ഞങ്ങൾ ആ കാത്തു നിന്നപ്പോൾ അമ്മയുടെ എഴുന്നള്ളത്ത് അതുകൊണ്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ല, ആ എഴുന്നള്ളത്തൊക്കെ ആട്ടോ ആ കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് നടയിൽ കയറി തൊഴാൻ പറ്റുന്നത് കേട്ടോ. രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് വന്നാൽ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റി. നല്ല മനസ്സ് നിറഞ്ഞാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതും തൊഴുതിട്ട്. കാരണം നമുക്ക് ആ ഒരു കാഴ്ച, അമ്മേനെ എഴുന്നള്ളിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ ഇച്ചിരി ഷാട്ടും പിടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി അവിടെ കുറച്ച് നേരം വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട്, ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നേ. അവിടെ വന്നിട്ട് എങ്ങനെ അന്നദാനം കഴിക്കാതെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനും ഭയങ്കര ക്യൂ ആയിരുന്നു. ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ കൂടുതൽ തളർന്നു പോയതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ചോറ് വത്ത് ഞങ്ങൾ അത് കഴിച്ചു. എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാൻ ഏത് ഫുഡും കഴിക്കും. കാരണം അതൊരു കന്നഡ രീതിയിലുള്ള ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലെങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പുറത്ത് വന്ന് പിന്നെയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ചേട്ടൻ എന്നെ വഴക്ക് പറയുന്നുണ്ട്, എന്തുവാ മാളു നീ എപ്പോഴും ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനങ്ങ് അതൊന്നും കാര്യമാക്കാതെ ഞാൻ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് നമുക്ക് പ്ലാനെന്ന് വെച്ചാൽ സൗപർണികയിൽ പോകണം. പക്ഷേ ഇപ്പം പോയി റെസ്റ്റ് എടുക്കാം. കാരണം ചൂടായതുകൊണ്ട് കുറച്ച് ചൂട് തലയിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നുള്ള ഫീലിങ്സ്. അങ്ങനെ റൂമിൽ വന്ന് കുടുവായിട്ട് കുറച്ച് നേരം കളിച്ച് അവനൊരു ക്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ആ ക്ലേ വെച്ച് അവനെ പറ്റിക്കാനായിട്ട് യൂട്യൂബ് നോക്കി ചെറിയ ഒന്നുണ്ടാക്കി അവന് അത് കാണുമ്പോൾ അവനും ഒരു സന്തോഷം. അപ്പം അവൻ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കി, അമ്മ നല്ല രസമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ അവനെ പറ്റിക്കാണ്ട് അടുത്ത് ചുമ്മാ പറ്റിക്കാനായിട്ടല്ലാതെ ഇത് വല്ല കാര്യമുള്ളതാണ്. യൂട്യൂബിൽ നോക്കി വെറുതെ ഉണ്ടാക്കിയ കേട്ടോ. അതും ഒരു രസം. അങ്ങനെ അവനെയും പറ്റിച്ച് കുറേ നേരം ഇരുന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് സൗപർണികയിലോട്ട് പോകാനുള്ള ഒരുക്കമായി. സൗപർണികയിൽ അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് പോകുന്നത്. ആകെ 30 രൂപ പോയിൻ്റേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇനി പോകാൻ ഉദ്ദേശമുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കുമല്ലോ. അവിടെ ചെന്നപ്പോഴേ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുങ്ങളുടെ കളിയൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ നദിയിലോട്ട് പോയി. പക്ഷേ എല്ലാവരും പറയുന്നത് ഇതിലും ഒരുപാട് വെള്ളം കാണും, ഇത് വെള്ളം കുറച്ചുള്ളൂ. പക്ഷേ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ നോർമലി പിന്നെ ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെള്ളം കാണും. അപ്പം നല്ല രസമാണ്. ഇതിന് ആഴക്കൂടലാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആഴക്കൂടലായിട്ടൊന്നും തോന്നില്ല. എങ്കിലും ഞാൻ കുടുവിനെ അങ്ങോട്ടൊന്നും വിട്ടില്ല. അവൻ മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ഊരി എൻ്റെ തന്നു. കാരണം അത് ഫുള്ള് നനഞ്ഞു. അവൻ അവൻ വിളിച്ചാലും കയറത്തില്ല. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ ഒന്ന് കളിക്കാൻ. അതുകൊണ്ട് അവൻ കയറിയതേ ഇല്ല. പക്ഷേ എല്ലാവരും പറയും, അവർ വിളിച്ചും പറയും, കാരണം ഇവിടെ സൂക്ഷിക്കണം, ആഴം ഉണ്ടെന്നൊക്കെ അവർ മൈക്കിലൂടെ വിളിച്ചും പറയും. പക്ഷേ ഇപ്പം കണ്ടിട്ട് എനിക്ക് ആഴമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ സാധാരണ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ നല്ല ആഴമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടത്തില്ല, ഒഴുക്കൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ. അവിടെ ആ മരങ്ങളും ആ നദിയും ആ പാറക്കെട്ടുകളൊക്കെ ഉള്ള അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുരങ്ങുകളൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി രസമായിരുന്നു അവിടുത്തെ ഒരിത്. എന്താ ഞാൻ പറയണ്ട, അത് നമ്മളവിടെ പോയാലേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ നേരം അവിടെ കളിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ വൈകിട്ട് വീണ്ടും കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നു കേട്ടോ. അയ്യോ എന്ത് രസമെന്ന് പറയാം. വൈകിട്ട് സന്ധ്യാസമയത്ത് ഇത് ഈ ഒരു വൈബാണ്. ആ വിളക്ക് കണ്ടോ, അത് ആ കൊടിമരത്തിൻ്റെ അവിടെയുള്ള വിളക്കാണ്. അയ്യോ എന്ത് രസമെന്ന് പറയാം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ മനസ്സൊക്കെ അങ്ങ് നിറയും കേട്ടോ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ. അത്രയ്ക്കൊരു വൈബാട്ടോ അവിടെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ എന്തോ ഒരു നേർച്ച ഉണ്ടായിരുന്നു, വേറെ ആരോ നടത്തിയ കേട്ടോ, സ്വർണ്ണത്തേര്. ആ ഒരു കാഴ്ച നല്ല രസമായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന്
പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയിട്ടോ. രാവിലെ ഒരു 5 മണിക്ക് പോകാനായിരുന്നിരുന്നത്. പക്ഷേ പോയി വന്നപ്പോഴത്തേക്കും ഒരു 6:30 ഒക്കെ ആയി കേട്ടോ. പക്ഷേ മഞ്ഞ് കണ്ടോ, അപ്പോഴും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 4 ഫാമിലീസാണ്. 4 ഫാമിലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരല്ല കേട്ടോ, ഓരോരുത്തർ വരുന്നത്. അവർ 4 ഫാമിലീസ് 8 പേരായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ജീപ്പിലാണേ പോയത്. ഇതേ പോകുന്ന വഴിക്കുള്ള വ്യൂ ആട്ടോ. അതൊക്കെ രസം. നമ്മളത് മൂകാംബികയിൽ വരുന്നവരെന്തായാലും മസ്റ്റാണ് കുടജാദ്രി പോകുന്നത് കേട്ടോ. ഇത് കുടജാദ്രി യാത്രയാണ്, ഞാൻ അത് പറയാൻ മറന്നുപോയി. ആ ജീപ്പ് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. അതിനെക്കുറിച്ചൊന്നും പറയാത്ത. ഇതിൻ്റെ ഷോർട്സൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റ് ഇടുമ്പോൾ ആൾക്കാർക്കൊരു മടുപ്പായിരിക്കും. എങ്കിലും ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്നുള്ളത് കൊണ്ടാട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഒരു വീഡിയോ ആക്കി ഇടുന്നത്. കാണുന്നു, ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചോട്ടോ. പക്ഷേ ആ വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണ് അല്ലേ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തോട്ടോ യാത്ര. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നും കുറച്ചൊരു അധികം കിലോമീറ്റർ ഉണ്ട് കേട്ടോ മേളോട്ട്. ഇത് നടക്കണ്ടേ, പക്ഷേ അത് നല്ലൊരു വെർത്താട്ടോ അത്. ആ നടത്തം നമുക്ക് അത്രയ്ക്ക് നമ്മൾ കുഴഞ്ഞു പോവുമെങ്കിൽ തന്നെ, ഞാൻ പറയുന്ന കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ചേട്ടൻ ഓൾറെഡി ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പുള്ളിക്കാരനൊരു കാലുവേദനയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ കയറിയില്ല കേട്ടോ. പുള്ളിക്കാരൻ ആ അമ്പലത്തിലിരിക്കുമായിരുന്നു. ഞാൻ കയറി. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാട്ടോ. ഇങ്ങനത്തെ ഒരു ഈ ട്രക്കിങ്ങും കാര്യങ്ങളുമൊക്കെ എനിക്ക് വലിയ താല്പര്യം കേട്ടോ. ചേട്ടന് കാല് വയ്യാത്തതുകൊണ്ട് കേട്ടോ വരാഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പുറകെ ആയിരുന്നു ഓട്ടം മുഴുവൻ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ. പക്ഷേ എൻ്റെ പൊന്നോ, എൻ്റെ ദൈവമേ, നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരു സജഷൻ പറയാം. നിങ്ങൾ ആരെങ്കിലും മൂകാംബികയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു 6:30 ഞങ്ങൾ പോയതുപോലെ ഇച്ചിരി ലേറ്റായിരുന്നു. ലേറ്റാകുമ്പോൾ ഇച്ചിരി വെയിൽ വരും കേട്ടോ. ഒരു 5 മണി 5:30 ആകുമ്പോൾ പോയാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൂര്യോദയമൊക്കെ കാണാം. അതൊരു നല്ല രസമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് കാണണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് കുടജാദ്രി സർവജ്ഞപീഠം അവിടെ എത്തി. രസം കേട്ടോ. അത് എന്താ പറയണ്ടേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെതിയെ മലയിറങ്ങി. നല്ല രസമായിട്ടത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി എനിക്ക് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ പൊളിയാണ്. എന്തായാലും മൂകാംബികയിൽ വരുന്നവർ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സജഷൻ വെക്കുകയാണ്, വന്ന് കാണുക. രാവിലെ വന്ന് കാണണം കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു 5 മണി സമയത്തൊക്കെ വന്ന് കണ്ടാൽ ഉറപ്പായിട്ട് ആ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അത്രയും നമ്മൾ നടന്നു കൊഴുന്നുള്ളതൊന്നും ഇതില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങോട്ട് കയറ്റത്തില്ല കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കൊണ്ടുവരാം. പക്ഷേ 200 രൂപ അടച്ചിട്ട് വേണം വരാനായിട്ട്. അടച്ച് തിരിച്ച് ചെല്ലുമ്പോൾ ഈ പ്ലാസ്റ്റിക് അവരെ കാണിക്കുമ്പോൾ അവർ 200 രൂപ തിരിച്ചറിയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ആ നേരത്തെ ജീപ്പ് വന്ന സ്ഥലത്ത് വന്നു കേട്ടോ. പിന്നെ താഴെ വന്നിട്ട് രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് ഒരു ഹോട്ടലിൽ പോയി. എൻ്റെ ദൈവമേ, വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഞാൻ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അതുപോലെ ചോറാണ് കഴിച്ചത്. ഒരു 11:30 ആയി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത് ടിക്കറ്റ് ഞങ്ങൾ പിന്നെ അന്ന് രാത്രി ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതൊരു വെളുപ്പിനെ ആയിരുന്നു. 4:45 ട്രെയിൻ. അങ്ങനെ അതും കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ പിറ്റേന്ന്. അങ്ങനെ വീട്ടിൽ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പോഴൊരു ആശ്വാസമായത് കേട്ടോ. കാരണം നമ്മൾ എത്ര യാത്ര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്നാൽ ഫ്രഷ് ആകുമ്പോഴൊരു സുഖം. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ കിടന്നുറങ്ങട്ടെ.